ഇപ്പോൾ ഇറാൻ ആരാണ് ഭരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ. അത് IRGC എന്ന 4 അക്ഷരമാണ്. ആരാണ് IRGC? ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ആണ് ഇറാൻ്റെ ഭരണ ചുമതല ഇപ്പോൾ നിർവഹിക്കുന്നത് എന്ന് പറയാം. അത് എങ്ങനെയാണ് IRGC ഇറാൻ്റെ ഭരണം നിർവഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ. യുദ്ധകാലത്ത് ആ രാജ്യത്തെ നിയന്ത്രിക്കുക IRGC എന്ന സേനയാണ്. IRGC എന്ന് പറയുന്നത് 1979 ഇസ്ലാമിക റവല്യൂഷന് പിന്നാലെ പുതിയ സർക്കാർ ഇറാനിൽ അധികാരത്തിൽ വന്നപ്പോൾ അവിടെ സ്ഥാപിതമായ ഒരു സൈന്യമാണ്. പുതുതായി വന്ന സർക്കാരിനെ ആരും വന്ന് അട്ടിമറിക്കാതിരിക്കാനും ആ സർക്കാരിൻ്റെ സുരക്ഷ ഉറപ്പാക്കാനും വേണ്ടി നിർമ്മിച്ച സൈന്യം. ഖമൈനി ഒരു സുരക്ഷാ ബങ്കറിലേക്ക് മാറി. ജീവഭയം ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും മൊസാദാണ് ഇറങ്ങിയിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ ഒരു സുരക്ഷാ ബങ്കറിലേക്ക് മാറുന്നു. ആ ബങ്കറിൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് മറ്റ് നിയന്ത്രണങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു സങ്കല്പത്തിൽ, അങ്ങനെ ഒരു ധാരണയിലാണ് ഖമൈനി ആ ബങ്കറിലേക്ക് മാറിയത്. ബങ്കറിൻ്റെ ചില പ്രത്യേകതകളുണ്ട്. പരമ്പരാഗത രീതിയിലുള്ള ബങ്കറാണ്. സുരക്ഷയൊക്കെ ഉണ്ട്, പക്ഷേ അതിനകത്തേക്ക് വൈദ്യുതിയോ മറ്റ് റേഡിയേഷനുകളോ അങ്ങനത്തെ ഒന്നും കടന്നു ചെല്ലാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക സംവിധാനമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. കാരണം വൈദ്യുതി പോലും പേടിയാണ്. ആരെങ്കിലും കറണ്ടടിപ്പിച്ച് കൊന്നുകളയുമോ എന്നുള്ള പേടിയുള്ളത് കൊണ്ട് ഖമൈനി ഈ പറയുന്ന പ്രത്യേക ബങ്കറിനകത്തേക്ക് വൈദ്യുതി എത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വിവരം. മറ്റൊരുപാട് സുരക്ഷാ കാര്യങ്ങൾ ഇതിനകത്ത് ഒരുക്കിയിട്ടുമുണ്ട്. അങ്ങനെയാണ് ഈ ബങ്കറിനകത്ത് ഖമൈനി കഴിയുന്നത്. അപ്പോൾ ഖമൈനി ഇങ്ങനെ കഴിയുന്ന സമയത്ത് ഈ രാജ്യം ആരെങ്കിലും ഭരിക്കണം, ഇവിടുത്തെ സൈന്യം അതുപോലുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കണം. അങ്ങനെ നിയന്ത്രിക്കാനായിട്ട് ആരെ ചുമതലപ്പെടുത്താൻ പറ്റും? ഉള്ള നേതാക്കന്മാരും ശാസ്ത്രജ്ഞന്മാരും അടക്കം എല്ലാവരും കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പ്രധാനപ്പെട്ട ആൾക്കാരടക്കം കൊല്ലപ്പെട്ടു. ഈ IRGCയുടെ തന്നെ ഒരു കമാൻഡറായിരുന്ന ഹുസൈൻ സലാമി എന്ന ആളടക്കം, ഇവരുടെ സംയുക്ത സേനാനായകനായിട്ടുള്ള മുഹമ്മദ് ബാഗേരി അടക്കമുള്ളവർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇനി ആരാ ബാക്കിയുള്ളത്? ആരും ബാക്കിയില്ല. അപ്പോൾ IRGCയെ ചുമതല ഏൽപ്പിക്കാം. IRGCയുടെ നിലവിലുള്ള തലവനോട് പറഞ്ഞു, നിങ്ങൾ ഈ രാജ്യത്തെയും സർക്കാരിനെയും സംരക്ഷിക്കണം, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് ഖമൈനി ബങ്കറിലേക്ക് പോയത്. ആ ബങ്കറിലിരിക്കുമ്പോൾ തന്നെ IRGC പുറത്തുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കും. അപ്പോൾ IRGC പറഞ്ഞല്ലോ, 1979 ഇസ്ലാമിക വിപ്ലവം ഉണ്ടായ സമയത്ത് ഇറാനെ സംരക്ഷിക്കാൻ, ഇറാൻ്റെ പുതിയ സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടി രൂപീകൃതമായതാണ്. ഏകദേശം 1.5 ലക്ഷത്തോളം ആൾക്കാർ ഈ സൈന്യത്തിലുണ്ട്. ഈ സൈന്യം ഒരു കോർപ്സാണ്. കോർപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഗുലർ ആർമി പോലെയല്ല, പ്രത്യേകമായിട്ടുള്ള ഒരു വിഭാഗമാണ്. ഇന്ത്യക്ക് സ്വന്തമായി സൈന്യമുണ്ട്. നമുക്കതിനകത്ത് പല വിഭാഗങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയുടെ സൈന്യം എങ്ങനെയാണ്? ഇന്ത്യയുടെ റെഗുലർ ആർമിയുണ്ട്. ഇതുകൂടാതെ നമുക്ക് ആർമിക്കകത്ത് തന്നെ കമാൻഡോ വിങ്ങുകളുണ്ട്, സ്പെഷ്യൽ ഫോഴ്സുകളുണ്ട്. ആർമിയുടെ തന്നെ പ്രത്യേക കമാൻഡോകൾ. ഖാദക് കമാൻഡോ എന്ന് പറയുന്ന ഇൻഫൻട്രി റെജിമെൻറ്റിൻ്റെ വിഭാഗമായിട്ടുള്ള ഖാദക് കമാൻഡോ, എല്ലാ ഇൻഫൻട്രി ഓഫീസർമാരും കമ്പൽസറിയായി ഖാദക് കമാൻഡോ കോഴ്സ് എടുത്തിരിക്കണമെന്ന് ഇന്ത്യയിലുണ്ട്. അതുപോലെ ആ കമാൻഡോ കോഴ്സ് ചെയ്തിരിക്കണം. അതുപോലെ ഈ പറയുന്ന മറ്റ് സ്പെഷ്യൽ ഫോഴ്സുകളിലേക്ക് പോകാനുള്ള അവസരമുണ്ട്. ആ സ്പെഷ്യൽ ഫോഴ്സുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എലീറ്റ് ഫോഴ്സുകളാണ്. അത് നമുക്ക് പാരാ കമാൻഡോസ് ഉണ്ട്. ഏതാണ്ട് 5000 മുതൽ 7000 വരെ വരുന്ന പാരാ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോസ് ഉണ്ട്. അതുകൂടാതെ എയർഫോഴ്സിനായിട്ട് ഗരുഡ് എന്ന് പറയുന്ന കമാൻഡോസ് ഉണ്ട്. ഏതാണ്ട് 2000-ഓളം പേര് വരും. പിന്നെ അതിനു പുറമെ നേവിക്ക് സ്പെഷ്യൽ കമാൻഡോസ് ഉണ്ട്, സ്പെഷ്യൽ ഫോഴ്സ്. അതെന്ന് പറയുന്നത് മാർക്കോസാണ്. അതല്ലാതെ നമ്മുടെ ഒരു കവേർട്ട് ഓപ്പറേഷനൊക്കെ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഫ്രോണ്ടിയർ ഫോഴ്സ് എന്ന് പറയുന്ന 4000-ഓളം പേര് വരുന്ന, അധികവും ടിബറ്റൻ ഈ പറയുന്ന നേറ്റീവ്സ് ആയിട്ടുള്ള, നമ്മൾ ഇതുവരെയും റിവീൽ ചെയ്യാത്ത ഒരു വിഭാഗം സേന കൂടി നമ്മളുടെ കയ്യിലുണ്ട്. അതൊരു പാരാമിലിറ്ററി ഫോഴ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൂടാതെ നമുക്ക് CRPF, ഒരു സാധാരണ ഒരു ഇൻഫൻട്രി സ്റ്റാൻഡേർഡ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന പാരാമിലിറ്ററി ഫോഴ്സുകളാണ്. ഒരു ഇൻഫൻട്രി ബറ്റാലിയൻ പോലെ തന്നെയാണ് നമ്മുടെ BSF, CISF, CRPF, ഈ ITBP, SSF തുടങ്ങിയ, അതായത് സശസ്ത്ര സീമാബലം എന്ന് പറയും SSF, നമ്മുടെ ബംഗ്ലാദേശ് അതിർത്തിയൊക്കെ കാക്കുന്നത് അവരാണ്. BSF ഉണ്ട് അവിടെ. അതുപോലെ പല മേഖലകളിലും പല അതിർത്തി പ്രദേശങ്ങളും മ്യാൻമാറിൻ്റെ അതിർത്തികളിലുമൊക്കെ ഇവരെ ഡിപ്ലോയ് ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള നിരവധി സ്പെഷ്യൽ ഫോഴ്സുകളുണ്ട്, ഇത്തരത്തിലുള്ള പാരാമിലിറ്ററി ഫോഴ്സുകളുണ്ട്. അതുകൂടാതെ തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിൽ വരുന്നതാണ് നമ്മളുടെ ഈ പറയുന്ന ആസാം റൈഫിൾസ്, NSG കമാൻഡോസ്, ആഭ്യന്തര വകുപ്പിന് കീഴിൽ വരുന്നതാണ്. ഈ നമ്മുടെ പാരാമിലിറ്ററിയും ഈ ആസാം റൈഫിൾസും ഈ പറയുന്ന NSGയും എല്ലാം തന്നെ നമ്മുടെ ഇതിന് ആഭ്യന്തര വകുപ്പിന് കീഴിലാണെങ്കിൽ ഈ പറയുന്ന സൈന്യത്തിൻ്റെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്. സ്പെഷ്യൽ ഫോഴ്സുകളും മറ്റ് ഘടകങ്ങളും എല്ലാം തന്നെ ഈ SSF എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗമാണ്, ഒരു പ്രത്യേക സംവിധാനത്തിൻ്റെ കീഴിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള സൈനിക ശക്തിയുണ്ട്. പക്ഷേ ഇതൊന്നുമല്ലാത്ത ഒരു രീതിയിലാണ് ഇറാൻ്റെ
ഈ പറയുന്ന IRGCയെ മെയിൻറ്റെയിൻ ചെയ്യുന്ന, അവർക്ക് റെഗുലർ ആർമി സോൾജേഴ്സ് അവിടെ ഉണ്ട്, ഓൾറെഡി പാരാമിലിറ്ററി ഉണ്ട്, മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും അതുകൂടാതെ സൈന്യത്തിൻ്റെ ഏറ്റവും വിശ്വസ്തമായ ഒരു രീതിയിൽ ട്രെയിനിങ് കൊടുത്തെടുത്തിരിക്കുന്ന ഇത്തിരി അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് IRGC എന്ന് പറയുന്നത്. സ്വന്തമായി കര, നാവിക, വ്യോമ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ അവർക്ക് ഉണ്ട്. ഇൻ്റലിജൻസ് യൂണിറ്റുകൾ എന്നാണ് അവയെ വിളിക്കുന്നത്. സാധാരണ പ്രതിരോധ മന്ത്രിക്കാണ് അവിടുത്തെ സൈന്യം, റെഗുലർ ആർമി സോൾജേഴ്സൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. IRGC പക്ഷേ അങ്ങനെയല്ല. അവർ പരമോന്നത നേതാവ്, അതായത് ഖമേനിക്ക് നേരിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 1979 നേരത്തെ പറഞ്ഞ പോലെ രൂപീകൃതമായതിനു ശേഷം സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗനായിട്ട് ഇത് പ്രവർത്തിച്ചു വരികയാണ്. ബാസിജ് എന്ന് പറഞ്ഞിട്ടൊരു പാരാമിലിറ്ററി ഫോഴ്സ് ഈ പറയുന്ന IRGCക്കുണ്ട്. ഇറാൻ ഇറാഖ് യുദ്ധത്തിലൊക്കെ ഇവർ കൃത്യമായി ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഇറാൻ ഇറാഖ് യുദ്ധത്തിലാണ് ഇവരുടെ വലിയ ശക്തി. അതിനുശേഷം ഇവർ നവീകരിക്കുകയും പല പല പ്രവർത്തനങ്ങളിലേക്ക് മാറുകയൊക്കെ ചെയ്തു. ഇവർക്ക് പ്രത്യേക തരത്തിലുള്ള കമാൻഡോ കോഴ്സുകളൊക്കെ തന്നെ നിരന്തരമായി കൊടുക്കുന്നു. ഇവരെ നിരന്തരമായിട്ടുള്ള ട്രെയിനിങ്ങിന് വിധേയമാക്കാറുണ്ട്. സാധാരണ സൈന്യത്തേക്കാൾ കൂടുതലായിട്ടുള്ള ട്രെയിനിങ്ങുകളും മറ്റ് പ്രവർത്തനങ്ങളും ഇൻ്റലിജൻസ് സംവിധാനങ്ങളുടെ മേൽനോട്ടവും ഒക്കെ ഇവരുടെ മേലെ എപ്പോഴും ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറാന് വെളിയിൽ ഇവർ ഒരുപാട് ഓപ്പറേഷനുകൾ നടത്തിയിട്ടുണ്ട്. അതായത് മൊസാദിന് തുല്യമൊന്നും അല്ലെങ്കിൽ ഏതാണ്ട് വെളിയിലൊക്കെ നടത്താൻ കഴിയും. ഇറാഖ്, സിറിയ പോലുള്ള രാജ്യങ്ങൾക്കകത്തൊക്കെ ഇവർ ചെന്ന് ഇടപെടൽ നടത്താറുണ്ടെന്നും ഇതിൽ നിന്ന് ഇറാൻ്റെ ഇൻ്റലിജൻസ് സംവിധാനത്തിലേക്ക് ആൾക്കാരെ, അതായത് അവരുടെ രാജ്യത്തിന് പുറത്തേക്കുള്ള അന്താരാഷ്ട്ര തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ, അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ചാരന്മാർ, ഇവരെയൊക്കെ ഇതിലൂടെ വാർത്തെടുക്കുന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. ആഭ്യന്തര യുദ്ധത്തിലൊക്കെ വലിയ സ്വാധീനം ചെലുത്തിയ ഘടകമാണ് ഇവർ. ഈ പറയുന്ന ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇവരെയൊക്കെ ഉപയോഗിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇവർക്ക് വലിയ സ്വാധീനമാണുള്ളത്, അതായത് സർക്കാരിൽ. കാരണം പരമോന്നത നേതാവിൻ്റെ അടുത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ ഇവരുടെ കമാൻഡർമാർക്കൊക്കെ തന്നെ ഖമൈനിയുമായിട്ട് നേരിട്ട് സമ്പർക്കത്തിലുള്ള ഒരു രീതിയാണുള്ളത്. അയാളുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നു, കാര്യങ്ങളെല്ലാം അവിടെ വിശദീകരിക്കുന്നു, എല്ലാം പറയുന്നു. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ്റെ പരമോന്നത നേതാവിൻ്റെ ഒരു സൈന്യമാണ്. നമുക്കിവിടെ പ്രസിഡൻസ് ആർമി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് പ്രസിഡൻറ്റിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്നവരാണ്. പ്രത്യേക ഒരു കാവലറി ഫോഴ്സ് ഉണ്ട്, അവർക്ക് സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. അവർക്ക് ഈ പ്രസിഡൻറ്റിൻ്റെ ഓഫീസും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രസിഡൻറ്റിൻ്റെ സൈന്യമാണത്. അതുപോലെ നമ്മുടെ പരമോന്നതമായിട്ടുള്ള രാജ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് നമുക്ക് പ്രസിഡൻറ്റ്. അതുപോലെ ഇറാൻ്റെ ഏറ്റവും പ്രസിഡൻറ്റ് പോലെ വലിയ ഉയർന്ന സ്ഥാനമാണ് ഈ പറയുന്ന ഖമൈനി വഹിക്കുന്ന പരമോന്നത നേതാവെന്ന് പറയുന്ന സ്ഥാനം. അദ്ദേഹത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കാനും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനുമൊക്കെയാണ് ഈ പറയുന്ന IRGC അവിടെ പ്രവർത്തിക്കുന്നത്. വലിയ സ്വാധീനം, ഇവർക്ക് ആയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള ആയുധങ്ങൾ ഇവർക്ക് ഉണ്ട്. ഈ പറയുന്ന അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങളൊക്കെ IRGCക്ക് നൽകുന്നുണ്ട്. ബാലിസ്റ്റിക് മിസൈൽ ശേഖരമുണ്ട് ഇറാന് വലിയ തോതിൽ. ആ ബാലിസ്റ്റിക് മിസൈൽ ശേഖരത്തിൻ്റെയൊക്കെ സംരക്ഷണം, അതുപോലെ തന്നെ പ്രതിരോധ ആയുധങ്ങൾ, വ്യോമ പ്രതിരോധ ആയുധങ്ങൾ, ഇതെല്ലാം തന്നെ സൂക്ഷിക്കുന്നത് ഈ പറയുന്ന ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ കീഴിലാണ്. അവരാണ് ഇതിൻ്റെ നിയന്ത്രണമെല്ലാം നടത്തുന്നത്. ഈ മിസൈൽ സംവിധാനത്തിന് പുറമേ ആയുധ പുരകളുടെ എല്ലാ നിയന്ത്രണം ഇവരുടെ കയ്യിലാണ്. ഇവരാണ് പലതിനെയും കൺട്രോൾ ചെയ്യുന്നത്. ഈ പറയുന്ന യുറേനിയമൊക്കെ എൻട്രിച്ച് ചെയ്യുന്ന, സമ്പുഷ്ടീകരിക്കുന്ന മേഖലകളിലും നിർണായക സ്വാധീനമാണ് IRGCക്കുള്ളത്. അവരാണ് അവിടെ ഗാർഡ് ചെയ്യുന്നത് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. അങ്ങനെ ഇറാൻ്റെ ഏറ്റവും ശക്തമായ ഒരു സേനയുടെ പേരാണ് IRGC. അവരാണ് ഇപ്പോൾ ഇറാൻ ഭരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ IRGCയെ തകർക്കുക എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. അത് തകർന്നു കഴിഞ്ഞാൽ ഇറാൻ വീണു എന്ന് തന്നെ കണക്കാക്കാൻ കഴിയും. അങ്ങനെ IRGCയുമായിട്ടുള്ള ഒരു പടപൊരുതലായിരിക്കും ഏതൊരു രാജ്യവും, അതിന് അമേരിക്ക ആകട്ടെ, ഫ്രാൻസ് ആകട്ടെ, UK ആകട്ടെ, ഇസ്രായേൽ ആകട്ടെ, ആര് ഇറാനിൽ കാലുകുത്തിയാലും അവരെ നേരിട്ടിട്ടേ ഈ സർക്കാരിനെ നേരിടാൻ കഴിയുള്ളൂ എന്നൊരു പ്രധാനപ്പെട്ട വസ്തുത കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇറാൻ്റെ ഏറ്റവും വലിയ കരുത്താണ് IRGC എന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.